ഗുരുവിൻ്റെ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, നിൻസല്ലായ്മയ്ക്കായിട്ട് ഞാൻ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. സമയത്തിനായിട്ട് നന്ദി കർത്താവേ. നിൻ്റെ വചനമായിട്ട് നിൽക്കുമ്പോൾ കർത്താവേ, നീ തന്നെ സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കേൾക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും കർത്താവേ അത് അനുഗ്രഹമായിരിക്കാൻ, മാനസാന്തരത്തിന് കാരണമായിരിക്കാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കാൻ കർത്താവ് ഇടയാക്കാനായിട്ട് നന്ദി പറയുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം കർത്താവ് നടത്തി, അതിനായിട്ട് ഞാൻ നന്ദി പറയുന്നു. വൃത്തിയാൽ കഴിഞ്ഞ ഞായറാഴ്ചയും കഴിഞ്ഞ വെള്ളിയാഴ്ച അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്നേഹവും അവൻ്റെ പ്രവൃത്തിയും ഒന്ന് അനുഭവിച്ചറിയാൻ കർത്താവ് ഇടയാക്കി. തുടർന്നും കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും കർത്താവ് നടത്തി, അതിനായിട്ട് ഞാൻ പൂർണ്ണമായിട്ടും ദൈവത്തോട് നന്ദി പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വൃത്തിയാൽ ചൊവ്വാഴ്ച ഇന്നലെയൊക്കെ നമ്മൾ ദൈവത്തിൻ്റെ വചനങ്ങൾ കേട്ടു, നമ്മൾ പ്രാർത്ഥിച്ചു. ഒക്കെയും കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു, നമ്മളെ കരുതുന്നു. അതിനായിട്ടെല്ലാം ഞാൻ നന്ദി പറയുന്നു. വൃത്തിയാൽ ഒരു വാക്യം നമുക്ക് വായിക്കാം. ലൂക്കോസ് 21 നമ്മൾക്ക് പരിചയമായ വാക്യങ്ങൾക്ക് തന്നെയാണ്. അതിൻ്റെ 36. ആകയാൽ ഈ സംഭവിക്കാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നിൽക്കുവാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുവിൻ. അതായത് ലൂക്കോസ് 21:36 വായിച്ചത്. അതിൻ്റെ മേളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: നിങ്ങളുടെ ഹൃദയം ഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. അത് സർവ്വഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും. ദൈവം എന്നോട് ഇടപെട്ട ഒരു വാക്യമായിരുന്നു. കാരണം ഇന്ന് നമ്മുടെ മുമ്പിൽ പൈതങ്ങളുണ്ട്. നമ്മളിന്ന് കർത്തൃമേശയോടൊക്കെ ബന്ധത്തിലായിരിക്കുമ്പോൾ ആകയാൽ ഈ സംഭവിക്കാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നിൽക്കുവാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും. അപ്പോൾ അതിനെ വളരെ ടച്ച് ചെയ്ത ഒരു കാര്യമായിരുന്നു. മനുഷ്യപുത്രൻ്റെ മുമ്പിൽ, കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുവാൻ നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും. അപ്പോൾ നമ്മൾ എത്രമാത്രം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കണം, അല്ലെങ്കിൽ സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചിരിക്കേണ്ട ആവശ്യകത എത്രയാണെന്നുള്ളത് വീണ്ടും കർത്താവ് ഓർപ്പിക്കുകയായിരുന്നു. അതിനുശേഷം അതിൻ്റെ താഴോട്ട് നമ്മൾ വായിച്ചു വരുമ്പം ഇങ്ങനെ എഴുതിയിരിക്കുന്നു. പിന്നെ കർത്താവ് അതിൻ്റെ 17 മുതൽ ഇങ്ങോട്ട് പാനപാത്രം എടുത്ത് വാഴ്ത്തുകയും അതിനുശേഷം അത് അപ്പം നുറുക്കി എല്ലാവർക്കും കൊടുത്തു. അതിനുശേഷം മുമ്പോട്ട് പോകുമ്പോൾ വീണ്ടും അതിനകത്ത് ഇവിടെ വരുമ്പോൾ ശിഷ്യന്മാരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. 22 പിന്നെ 29 മുതലുള്ള വാക്യങ്ങൾ: എൻ്റെ പിതാവ് എനിക്കും രാജ്യം നിയമിച്ചു തന്നതുപോലെ ഞാനും നിങ്ങൾക്ക് നിയമിച്ചു തരുന്നു. നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എൻ്റെ മേശയെങ്കൽ തിന്നുകയും കുടിക്കുകയും സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കുകയും ചെയ്യും. ശിമോനെ, ശിമോനെ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഞാനോ നിൻ്റെ വിശ്വാസം പോയി പോകാതിരിക്കുവാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിൻ്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക. അപ്പോൾ ഞാൻ ഇത് നിങ്ങൾ ചിന്തിക്കുക എന്താണ് അങ്ങനെ കണക്ട് ചെയ്ത് വായിച്ചതെന്ന്. ഇതിന് ശേഷം കർത്താവ് മേളിൽ പറഞ്ഞതിന് ശേഷം താഴെ കാണുന്നു, നമ്മൾ പാനപാത്രം എടുത്ത് വാഴ്ത്തി അവർക്കെല്ലാം കൊടുത്തതിന് ശേഷം വീണ്ടും ശിഷ്യന്മാരുമായിട്ടിരിക്കുന്ന, അതിന് മുമ്പിൽ നമ്മൾ കാണുന്നു യൂദായുടെ കാര്യങ്ങൾ നമ്മൾ കാണുന്നു. അതിനുശേഷം ഇങ്ങോട്ട് വായിച്ചു വരുമ്പോഴാണ് അവർക്ക് കൊടുക്കേണ്ട, അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുന്ന ഒരു പദവിയെപ്പറ്റി കർത്താവ് പറയുന്നത്. കാരണം ഇതെല്ലാം പറഞ്ഞ് അതിനുശേഷമാണ് ഇത് പറയുന്നത്. അപ്പോൾ ശിമോനെ, ശിമോനെ, അതിൻ്റെ മേളിൽ എഴുതിയിരിക്കുന്നു. അതായത് അവർക്ക് ലഭിക്കേണ്ട കാര്യങ്ങളൊക്കെ എത്രമാത്രം അധികമാണെന്ന് പറഞ്ഞതിന് ശേഷമാണ് സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു, അല്ലേ? ഞാനോ നിൻ്റെ വിശ്വാസം പോയി പോകാതിരിക്കുവാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം. ഞാൻ ചിന്തിക്കായിരുന്നു, ഇതൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്ത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിക്കായിരുന്നു, നമ്മളൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ, നമ്മളൊക്കെ ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇവിടെ ആയിരിക്കുന്നു. അതെ, പലപ്പോഴും നമ്മളെയൊക്കെ തകർത്ത് കളയാൻ വേണ്ടി പലപ്പോഴും ശ്രമിക്കുമ്പോഴും കർത്താവ് നമുക്ക് വേണ്ടി ഇടവിൽ നിന്ന് നമ്മളെ സ്നേഹിക്കുന്ന ഒരു പിതാവ് നമുക്ക് വേണ്ടി എന്നുള്ള ഒരു കാര്യം അത്രമാത്രം. കാരണം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം കർത്താവ് പറയുകയാണ്, അതെ, ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് ചോദിക്കുന്ന അവസ്ഥ. അതെ, നമ്മളെയൊക്കെ ഓരോരുത്തരെയും പലപ്പോഴും നമ്മൾ ഈ കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനമൊക്കെ കേൾക്കുന്നു, കടന്നു പോകുന്നു. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ വളരെ ബലത്തിലായിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ബലത്തോടെയൊക്കെ നിൽക്കുന്നു. അതിനുശേഷം നമുക്കറിയാം, അതിനുശേഷം താഴെ പത്രോസ് പറയുന്ന ഒരു കാര്യം, അവനവനോട്, കർത്താവേ, ഞാൻ നിന്നോടുകൂടെ തടവിലാകുവാനും മരിക്കുവാനും ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നു.
അപ്പം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള വാക്യങ്ങൾ തന്നെയാണ്. അപ്പം ഞാൻ ചിന്തിക്കായിരുന്നു, നമ്മൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മൾ കേൾക്കുന്നു, നമ്മൾ വലിയ കാര്യങ്ങളിലേക്ക് കർത്താവ് നമുക്ക് തരാൻ പോകുന്നു, ഇന്ന കാര്യങ്ങളാണ് നമുക്ക് കർത്താവ് തരുന്നത് എന്ന് കേട്ട് കഴിഞ്ഞതിന് ശേഷം കർത്താവ് പറയുന്നു, അങ്ങനെയല്ല, നിങ്ങളുടെ വിശ്വാസം പോകാതിരിക്കേണ്ടതിന് കർത്താവ് ഇടവിൽ നിന്ന് യഹോവയോട് പ്രാർത്ഥിച്ച് നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്ന ഒരു കർത്താവിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ പെട്ടെന്നാണ് പത്രോസ് പറയുന്നത്, ഇല്ല, ഞാൻ എന്ത് സംഭവിച്ചാലും അല്ലെങ്കിൽ എന്ത് നടന്നാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കുമെന്നുള്ള ഒരു ഉറപ്പ് ആ രീതിയിൽ പറയുന്നു. അപ്പോൾ പെട്ടെന്ന് കർത്താവ് പറയുന്ന മറുപടിയുണ്ട്, അത് നമുക്കറിയാം എന്താണെന്നുള്ളത്. അതിനുശേഷം ആ മറുപടി തള്ളി പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പത്രോസിനെ ഓർപ്പിക്കുന്നു. അതിനുശേഷം നമ്മൾ ലാസ്റ്റ് പിന്നെ ഇപ്പുറത്ത് കാണുന്ന ഒരു കാര്യം, പത്രോസ് പിന്നെ ഇത് തെറ്റി പറഞ്ഞതിന് ശേഷം പുറത്തിറങ്ങി പൊട്ടിക്കരയുന്ന ഒരവസ്ഥയുണ്ട്. അതായത് ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, എത്ര പെട്ടെന്നാണ് ആ പൊട്ടിക്കരയുന്ന ഒരവസ്ഥയിലേക്ക്, അതായത് തള്ളിപ്പറയുന്ന ഒരവസ്ഥ, അതിനുശേഷം പുറത്തിറങ്ങി അതിദുഃഖത്തോടെ പൊട്ടിക്കരയുന്ന ഒരു പത്രോസിനെ നമുക്ക് കാണാം. അപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, നമ്മുടെ ജീവിതത്തിനകത്ത് ഈ ആഴ്ചകളായിട്ടൊക്കെ നമ്മളിങ്ങനെ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഈ വചനമൊക്കെ നമ്മുടെ ഹൃദയത്തോട് ഇടപെടുകയും അത് ശരിക്കും നമ്മുടെ ഹൃദയത്തോട് സ്പർശിക്കുകയും ചെയ്യുമ്പം യഥാർത്ഥമായിട്ട് നമുക്കൊരു കരച്ചിലിൻ്റെ അനുഭവം അല്ലെങ്കിൽ ആ ഒരു പാപബോധം ആത്മാർത്ഥമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടോ, അതോ അതെന്നെ പിന്നെയും ഈ ദിവസങ്ങൾ വീണ്ടും ഈ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഞാൻ അതിനെപ്പറ്റി തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും വീണ്ടും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഇത് എന്തുകൊണ്ടാണ് വീണ്ടും ഇത് തന്നെ പറയുന്നത്. അപ്പം ഞാൻ വീണ്ടും എൻ്റെ ഹൃദയത്തോട് ദൈവം ഇടപെട്ട ഒരു കാര്യമായിരുന്നു, നമുക്ക് എത്രമാത്രം നമ്മൾ കർത്താവിൻ്റെ ഹിതത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു കാര്യം ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മളോട് ഇടപെടുമ്പോൾ, സംസാരിക്കുമ്പോൾ നമ്മൾക്ക് എത്രമാത്രം ആ കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവെ എനിക്ക് കിട്ടേണ്ട അവകാശം വരെ കർത്താവ് പറഞ്ഞു കഴിഞ്ഞു. കാരണം അവരോട് പറയുകയാണ്, നിങ്ങളെവിടെയായിരിക്കുന്നു, പന്തിവരുടെ സ്വർഗത്തിൽ ആയിരിക്കുന്ന കാര്യത്തെപ്പറ്റിയും അവർക്ക് ലഭിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ആണ് പെട്ടെന്ന് നമ്മുടെ അപ്പോഴത്തെ കേട്ട ധൈര്യത്തിൽ നമ്മൾ പെട്ടെന്ന് പറയുന്നു, അതിനുശേഷം തെറ്റിപ്പോകുന്നൊരവസ്ഥയും കാണുന്നു. അപ്പം അവിടെ കറക്റ്റ് സ്വയമായിട്ട് ആ കാര്യം ബോധ്യമാവുകയും അവിടെ ഒരു മാനസാന്തരം പെട്ടെന്ന് പത്രോസിനുണ്ടാകുന്നു. പത്രോസ് പെട്ടെന്ന് പുറത്തിറങ്ങി പൊട്ടിക്കരയുന്ന ഒരവസ്ഥ. അപ്പം ഞാൻ ചിന്തിക്കായിരുന്നു, ഇങ്ങനൊരു പാപബോധം നമ്മുടെ ജീവിതത്തിനകത്ത് എത്രമാത്രം ഈ വചനമൊക്കെ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ തുടരെ ചൊവ്വാഴ്ചയും നമ്മൾ വചനത്തിൽ നിന്ന് കേട്ടു, ഇന്നലെ നമ്മൾ കൂടിയിരുന്ന് പ്രാർത്ഥിച്ചു, ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കേട്ടു, ഇതൊക്കെ കേൾക്കുമ്പോഴും എത്രമാത്രം നമ്മുടെ ഹൃദയത്തിനകത്തൊരു കരച്ചിലുണ്ട്. നമുക്കറിയാം നമ്മളെ ഏതവസ്ഥയിൽ നിന്നാണ് കർത്താവ് നമ്മളെ വിളിച്ചതും വേർതിരിച്ചതെന്നൊക്കെ നമുക്കറിയാം. ഞാൻ ഇന്നലെ രാത്രിയിൽ ഇരുന്നപ്പോൾ അതിനോടൊന്നിപ്പിച്ച് എന്നോട് സംസാരിച്ചൊരു കാര്യമായിരുന്നു, പുറപ്പാടിൽ പുറപ്പാട് ഇന്നലെ വൈകിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തോട് ഇടപെട്ട ഒരു വാക്യമായിരുന്നു അത്. പുറപ്പാട് നമുക്കെല്ലാവർക്കും സുപരിചിതമായ വാക്യം തന്നെ. പുറപ്പാട് 3:5 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, മോശയോട് പറയുന്ന ഒരു കാര്യം. അപ്പോൾ മോശ, നമുക്കറിയാം അതിൻ്റെ മുമ്പുള്ള ചരിത്രങ്ങളൊക്കെ അറിയാം, പക്ഷേ 5 ഇങ്ങനെ പറയുന്നു, അപ്പോൾ അവൻ ഇങ്ങോട്ടടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളയുക എന്ന് കൽപ്പിച്ചു. നമുക്കറിയാം മോശയുടെ ജനനം, അതിനുശേഷം ഭ്രമൻ്റെ കൊട്ടാരത്തിൽ വളരെ എല്ലാ സുഖസൗകര്യങ്ങളോട് ജീവിക്കുകയും അഭ്യാസം തകയുകയും അവിടെ എല്ലാ കാര്യങ്ങളും പഠിച്ചതിന് ശേഷം അവിടെ ഉണ്ടായ സംഭവങ്ങളൊക്കെ അറിയാം, എന്തുകൊണ്ടാണ് ഓടിപ്പോകേണ്ട അവസ്ഥ വന്നത്. അതിനുശേഷം ആടിനെ മേയ്ക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു. അപ്പോഴാണ് യഹോവയായ ദൈവം അവിടെ പ്രത്യക്ഷപ്പെടുകയും അവിടെ നിന്നുകൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, നീ ഇങ്ങോട്ട് അടുക്കരുത്, അല്ലെങ്കിൽ 5 പറയുന്നത്. അപ്പോൾ ആ മുൾപ്പടപ്പിലെ തീ കണ്ടതിന് ശേഷം മോശ അങ്ങോട്ട് ചെല്ലുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, അപ്പോൾ അവൻ ഇങ്ങോട്ടടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളയുക എന്ന് കൽപ്പിച്ചു. അപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളിവിടെ ചുരുക്കമായിട്ട് കൂടിയിരിക്കുന്നു. അതെ, ദൈവത്തിൻ്റെ വചനം നമ്മളോട് വളരെ ശക്തമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ട്, കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളിരിക്കുന്നു, കർത്താവ് നമ്മളുടെ കൂടെയുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും ദൈവത്തിൻ്റെ വചനം കേട്ട് കഴിയുമ്പോൾ, ഞാൻ ആ ചെരുപ്പെന്നാണ് എൻ്റെ ഹൃദയത്തിൽ വന്ന ഒരു കാര്യം, മലിനമായ ഒരു കാര്യം, അത് നമുക്ക് പൂർണ്ണമായിട്ടും ഊരിക്കളഞ്ഞിട്ട്
നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നിൽക്കാൻ കഴിയുന്നുണ്ടോ? അങ്ങനെ ഒരു ഭയഭക്തിയോടെയാണോ നമ്മൾ നിൽക്കുന്നതെന്നുള്ളൊരു ചോദ്യം ഇന്നലെ രാത്രിയിൽ എന്നോട് ഇടപെട്ട്, ഇന്ന് പകലും രാവിലെയും എന്നോട് ഇടപെട്ട ഒരു കാര്യമായിരുന്നു. നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്. കാരണം നമ്മളിവിടെ ആയിരിക്കുന്ന സ്ഥലം വിശുദ്ധമാണ്. അപ്പോൾ ഇവിടെ കൂടിയിരിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ വചനം നമ്മളോട് വളരെ ശക്തമായിട്ട് തന്നെ ഇടപെടുമ്പോൾ, പരിശുദ്ധാത്മാവ് സംസാരിക്കുമ്പോൾ നമുക്കത് യഥാർത്ഥമായിട്ട് ഉൾക്കൊള്ളുവാനും, നമ്മൾ മലിനമായ ആ ചെരുപ്പ് അല്ലെങ്കിൽ നമ്മളീ പിടിച്ചിരിക്കുന്ന ആ കാര്യം എന്തുകൊണ്ടാണ്, ഞാനിങ്ങനെ ചിന്തിക്കുക, എന്തുകൊണ്ടാണ് മോശയോട് പറഞ്ഞത് നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ നിൻ്റെ ചെരുപ്പ് അഴിച്ചു കളയായി. അതിനകത്ത് നമ്മൾ പ്രവൃത്തിയിലോട്ട് വരുമ്പം, അപ്പോസ്തല പ്രവൃത്തിയിൽ വരുമ്പോൾ സ്തെഫാനോസും ആ കാര്യം എടുത്തു പറയുന്നുണ്ട്. വിവരണങ്ങളൊക്കെ നടത്തിയതിന് ശേഷം ഇങ്ങോട്ട് വന്നിട്ട് പറയുന്നു, മോശയോട് പറഞ്ഞൊരു കാര്യം, അവൻ്റെ ചെരുപ്പ് അഴിച്ചു വെക്കുക, കാരണം ഇത് വിശുദ്ധ സ്ഥലമാണ്, അതുകൊണ്ട് ഈ ചെരുപ്പ് ഊരി വെക്കാമെന്ന് സ്തെഫാനോസും അവരോട് സംസാരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, നമ്മളിവിടെ ആയിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് ഒരു വിശുദ്ധ സ്ഥലം തന്നെയാണ്. അതെ, നമ്മളിവിടെ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ആയിരിക്കുന്നത്. അപ്പോൾ ഈ വചനമൊക്കെ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളിൽ മലിനമായ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇവിടേക്ക് ആട് വരുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കളയേണ്ട ഒരാവശ്യം. അതായത് ആ മലിനമായ കാര്യം, ചെരുപ്പം നമുക്കറിയാം, നമ്മൾ പലയിടത്തും ചവിട്ടി, പല സ്ഥലങ്ങളും ചവിട്ടിയാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ആ കർത്താവിൻ്റെ വിശുദ്ധ സ്ഥലത്ത് വരുമ്പോൾ അത് ഊരി വെക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ തന്നെയാണ് ഞാൻ കരുതിയത്. കാരണം നമ്മൾ ഈ വചനമൊക്കെ കേൾക്കുമ്പോൾ ശരിയായിട്ടും നമ്മുടെ ഹൃദയത്തിനകത്തുള്ള മലിനമായ എല്ലാ കാര്യങ്ങളും, അത് ഏതായാലും ആ കാര്യങ്ങളെല്ലാം നമ്മൾ എടുത്തു മാറ്റിക്കളഞ്ഞുകൊണ്ട് വിശുദ്ധരും നിഷ്കളങ്കരുമായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുവാൻ നമുക്ക് കഴിയുമോ എന്നുള്ളൊരു ചോദ്യം എന്നോട് കർത്താവ് ചോദിച്ചു. അതിനുശേഷം പിന്നെ ഒരു വാക്യം കൂടെ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത്, 1 തെസ്സലോനിക്കയിൽ എഴുതിയ ഇതിൽ 5-ന്റെ ചില കാര്യങ്ങൾ കൂടെ ഞാൻ അതിൻ്റെ കൂടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, അതിൻ്റെ 5-16 മുതലുള്ള കാര്യങ്ങൾ. കാരണം നമ്മൾ ഈ പ്രതിയാൽ പൈതങ്ങളൊക്കെ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്നാനപ്പെടുകയും ദൈവസന്നിധിയിൽ തീരുമാനമെടുക്കുകയും ഇവിടെ കടന്നു വരികയൊക്കെ ചെയ്യുന്നു. അതെ, കർത്താവ് അവർക്ക് കൊടുത്ത നല്ല സമയത്തിനായിട്ടും കർത്താവ് അവരുടെ ഹൃദയങ്ങളിൽ കൊടുത്ത നല്ല ആഗ്രഹത്തിനായിട്ട് നമുക്ക് നന്ദി പറയാം. ഇന്നലെ സുനിൽ ബേർ വളരെ ശക്തമായിട്ട് തന്നെ ഇതിൻ്റെ മതിൽ നിന്ന് അനുബന്ധിച്ച് തന്നെ എക്സാമ്പിളായിട്ട് തന്നെ ചില കാര്യങ്ങളൊക്കെ പൈതങ്ങളോട് സ്പെഷ്യലി പറഞ്ഞു. കാരണം മണവാളൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, എത്രമാത്രം കല്യാണത്തിന് വേണ്ടി ഒരുങ്ങുന്ന ആ ഒരു അവസ്ഥയെക്കുറിച്ചും അത് ദൈവസഭയെക്കുറിച്ച് ഉപമിപ്പിച്ച് ആ കാര്യം വിശദീകരിച്ച് പറയുണ്ടായി. അപ്പം എന്നോട് ദൈവം വീണ്ടും ഇടപെട്ട ഒരു കാര്യം, അതിൻ്റെ 19 മുതലുള്ള, അതായത് 15 മുതലുള്ള വാക്യങ്ങൾ ഞാൻ തന്നെ വായിക്കാം. ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കുവാൻ നോക്കുവിൻ, തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കുവിൻ, എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാത്തിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു യേശുവെങ്കിൽ ദൈവഇഷ്ടം. ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്, സകലതും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കുവിൻ, സകലവിധ ദോഷവും വിട്ടകലുവിൻ. സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടാൻ തക്കവണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് നിർവഹിക്കും. ഞാനിത് പറയാൻ എന്നെ വളരെ എന്നോട് ഇടപെട്ട ഒരു വാക്യം തന്നെയായിരുന്നു. കാരണം എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവഇഷ്ടം. ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്, സകലതും ശോധന ചെയ്തിട്ട് മുറുകെ പിടിക്കുവിൻ, സകലവിധ ദോഷവും വിട്ടകരുവിൻ. അപ്പം ഞാൻ എന്നോട് ഒരു ഇടപെട്ട വാക്യമായതുകൊണ്ട് തന്നെ പ്രത്യേക സ്നാനപ്പെട്ട പൈതങ്ങളോടും നമ്മുടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം, നമ്മൾ കർത്താവിൽ എപ്പോഴും, അതായത് ആത്മാവിനെ കെടുക്കരുത്, അതുപോലെ തന്നെ പ്രവചനം തുച്ഛീകരിക്കരുത്. പ്രവചനം ഉദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ വചനം ഇവിടെ നിന്ന് സംസാരിക്കുന്നതൊക്കെ പ്രവചനമായിട്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത്. ഇതൊന്നും നമ്മൾ തുച്ഛീകരിക്കുകയോ അല്ലെങ്കിൽ അതിനെ നമ്മൾ മറികടന്ന് മുന്നോട്ട് പോയി, ഇത് ഭയപ്പെടുത്തുവാനല്ല ഇത് പറയുന്നത്, അത് കർത്താവിൻ്റെ സ്നേഹത്തിലാണ് ഇത് പറയുന്നത്. അതുപോലെ തന്നെ സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കുവിൻ, അതിനുശേഷം സകലവിധ ദോഷവും വിട്ടകലുവിൻ. അതെ, നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ സഭയായിട്ടിരിക്കുമ്പോൾ ഇത് എത്രമാത്രം സഭയായിട്ട് തന്നെ നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ കാര്യങ്ങളിലൊക്കെ നമ്മളിത് വായിക്കുന്നു, എത്രമാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു ലെവലിൽ എവിടെ വരെ നമുക്ക് വളരുവാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് എന്നോട് ചോദ്യമായിട്ട് തന്നെ നിൽക്കുകയായിരുന്നു. കാരണം ഈ കഴിഞ്ഞ ദിവസം ഞാൻ ജോലിയോടുള്ള ബന്ധത്തിൽ ഒരാളെന്നെ പെട്ടെന്ന് ഫോൺ ചെയ്യുന്നു, ഒരു കാര്യം ചോദിക്കുന്നു. അപ്പം ഞാൻ അദ്ദേഹത്തോട് ഒരു കള്ളം പറയുകയാണ്. അപ്പം
കൂടെ നിന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പങ്കജ എൻ്റെ കൂടെ നിൽക്കുന്നത്. അപ്പം അവൻ എടുത്ത വായിൽ ഒറ്റ ചോദ്യമാണ് ചോദിച്ചത്, ഇതാണോ ജീസസിൻ്റെ മകൻ എന്നോട് ചോദിച്ചു. ഒറ്റ ചോദ്യം അവൻ. അപ്പം ഞാൻ പറഞ്ഞ എന്താണെന്നും കാര്യങ്ങൾ അവനും അറിയാം. അപ്പോൾ അവനൊന്ന് എന്നെ ഇത് ചെയ്ത് പറഞ്ഞതാണ്. പക്ഷേ ഞാനത് കേട്ട് കഴിഞ്ഞാൽ എൻ്റെ ഹൃദയത്തിനത് ഭയങ്കരമായിട്ടും, കാരണം അത് കമ്പനി ബേസിലാണ് ആ കാര്യങ്ങൾ പറയുന്നത്. കാരണം എനിക്കത് അങ്ങനെ പറയാനാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഞാനത് പറഞ്ഞു. അത് അപ്പം തന്നെ ഞാൻ സൂപ്പർവൈസറെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതിങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഇത് ഞാനിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഇതിൻ്റെ സീക്വൻസ് നിങ്ങൾ അതിൻ്റെ റിപ്ലൈ ചെയ്തോണം, നിങ്ങൾ തന്നെ പറഞ്ഞോണം, എന്നെ ഇതിനകത്തിട്ട് പെടുത്തിയാക്കരുത്. അവർ പറഞ്ഞു നോ പ്രോബ്ലം, അത് ഞാൻ പറഞ്ഞിട്ടല്ലേ ബിജു പറഞ്ഞത്, നോ പ്രോബ്ലം, അത് ഞങ്ങൾ നോക്കിയോളാം അതിൻ്റെ കാര്യം. അപ്പം ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തമ്മിലുള്ള ഇഷ്യൂസാണ്. അപ്പം ഇദ്ദേഹം കേട്ട ഉടനെ തന്നെ എന്നോടത് പറഞ്ഞു. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, നിനക്കറിയാമല്ലോ ഈ സംഭവം എന്നാന്ന്, അപ്പോൾ ഞാനിവിടെ എന്താ ചെയ്യുക, അല്ല ഞാൻ നിന്നോട് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ അത് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തിനകത്ത് വളരെ കുത്തുകൊള്ളുമായിരുന്നു പെട്ടെന്ന്. അവൻ പറഞ്ഞുകൊണ്ട് മാത്രമല്ല, ഞാനത് പറഞ്ഞ ശേഷം എൻ്റെ ഹൃദയത്തിനകത്ത് ഞാൻ ചിന്തിച്ചു എന്തുകൊണ്ടാണ് എനിക്കത് പറയേണ്ടി വന്നത്. പക്ഷേ എനിക്കൊന്നും വേണമെങ്കിൽ പറയാമായിരുന്നു. അത് പെട്ടെന്ന് നീ സൂപ്പർവൈസറോട് ചോദിച്ചു, അവർ നിങ്ങൾ തമ്മിൽ സംസാരിച്ച് ക്ലിയർ ചെയ്തോന്ന് പറയാമായിരുന്നു. പക്ഷേ ഞാൻ പെട്ടെന്ന് പറഞ്ഞത് അങ്ങനെയാണ്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, പങ്കജനോട്, ശരിയാണ്, എനിക്ക് വേണമെങ്കിൽ സൂപ്പർവൈസറിൻ്റെ മേലോട്ട് ഇടാം, പക്ഷേ പുള്ളിയെ അതിനകത്ത് പെടുത്തണ്ട, അദ്ദേഹത്തിനൂടെയും കൂടെ ഇതിനകത്ത് വലിച്ചെടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ഒരു സാരാംശം, നമ്മൾ ജീവിതത്തിനകത്ത് മുന്നോട്ട് പോകുന്ന ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം, പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മളോട് ഒരാൾ ചൂണ്ടിക്കാണിച്ചില്ലെങ്കിലും പലപ്പോഴും ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് അപ്പം തന്നെ എന്നോട് ടച്ച് ചെയ്യും. അപ്പം ഞാനത് കാണുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെയാണ് അത് ഇടപെടുന്നത്. ആ ആത്മാവില്ലെങ്കിൽ എന്നോട് പറയത്തില്ല, ഞാനത് അറിയുന്ന പോലുമില്ല. അപ്പം ഇപ്പം ഈ വളർന്നു വരുന്ന തലമുറ, അല്ലെങ്കിൽ പ്രസ്ഥാനപ്പെട്ട് വരുന്ന ഈ പൈതങ്ങളാണേലും നമ്മളെല്ലാവരും ഈ കാര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പം നമ്മൾ എത്രമാത്രം വിശ്വസ്തരായിട്ട് നിൽക്കണം, എത്രമാത്രം ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കണം. കൂടെ വീണ്ടും 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 ഇത് നമ്മളെ ഓർപ്പിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മറ്റേ അതിനെ താഴോട്ട് എഴുതിയിരിക്കുന്ന പ്രവചനം തുച്ഛിരിക്കുക, സകലതും ശോധന ചെയ്ത് നല്ലതും മുറുകെ പിടിക്കുവിൻ, സകലവിധ ദോഷവും വിട്ടകലുവിൻ. അപ്പോൾ നമ്മൾ ഈ തലമുറ എന്ന് പറയുന്നത് ഏറ്റവും വഷളമായിക്കൊണ്ടിരിക്കുന്ന ഒരു തലമുറയാണ്. അപ്പം ഈ വഷളായിരിക്കുന്ന തലമുറയിൽ പൈതങ്ങളാണേലും നിങ്ങൾ സ്ഥാനപ്പെടാൻ വേണ്ടി തീരുമാനമെടുത്തു. അപ്പം നമ്മൾ യാത്ര ചെയ്യുന്ന ഒരു വഴി എന്ന് പറഞ്ഞാൽ അവിടെ വളരെ ഡിഫിക്കൽട്ടായിട്ടൊരു വഴിയാണ്. അപ്പോൾ അവിടെ കർത്താവിൻ്റെ ആ ഒരു സ്നേഹം, കർത്താവിൻ്റെ ഒരു കരുതൽ നമ്മളോട് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായിട്ട് കർത്താവുമായിട്ടുള്ള കൂട്ടായ്മ നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ, നമ്മൾ എന്ത് ചെയ്യും, ഈ വഴികളിലൊക്കെ പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അവിടെയൊക്കെ നിങ്ങളുടെ ജീവിതത്തിനകത്ത്, അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും വളർന്നു വരുന്ന എല്ലാവരെയും ജീവിതത്തിനകത്ത് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആ ദോഷം വിട്ടകലുകയും അതിന് ശേഷം സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. കർത്താവാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളതിന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കർത്താവ് തന്നെ അവിടെ വാരി തുറക്കുകയും നമ്മളെ ശുദ്ധീകരിക്കുക തന്നെ ചെയ്യും. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കുമാടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാവുന്നു, അവനത് നിവർത്തിക്കും. അപ്പോൾ നമ്മളെ വിളിച്ചിരിക്കുന്ന കർത്താവ് വിശ്വസ്തൻ തന്നെയാണ്. അവനിതിലൂടെ എല്ലാം കടന്നു പോയവനാണ്. നമ്മൾ നേരത്തെ പാടി, രോഗം ശീലിച്ചവൻ സകലത്തിലൂടെ കടന്നുപോയ ഒരു കർത്താവാണ്. ഇതിലൂടെ എല്ലാം കടന്നുപോയ ഒരു കർത്താവാണ് നമുക്കുള്ളത്. അപ്പോൾ ആ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത്, നമ്മളെ തന്നെ അവൻ്റെ സന്നിധിയിൽ താഴ്ത്തി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കർത്താവ് നമ്മളെ സഹായിക്കുക തന്നെ ചെയ്യും. കർത്താവ് നമ്മളെ വിടുവിക്കുക തന്നെ ചെയ്യും. കർത്താവ് നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ നടത്തും. അതിനുള്ള ബുദ്ധി ജ്ഞാനം എല്ലാം കർത്താവ് പറഞ്ഞു തരുമെന്നുള്ളൊരു പൂർണ്ണ വിശ്വാസം ഈ ദിവസങ്ങളായിട്ട് കർത്താവ് എനിക്ക് തരുന്നു. ഞാനിതൊക്കെ പറയുമ്പോൾ ഈ കർത്താവിൻ്റെ മേശ നമ്മളോടൊക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ തന്നെ ശോധന ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. നമ്മൾ ഈ കേൾക്കുന്ന വചനമൊക്കെ നമ്മളൊരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. കർത്താവെ, ഞാൻ ഈ ആയിരിക്കുന്ന സമയത്ത് ഈ കർത്താവിൻ്റെ മേശയോടുള്ള ബന്ധത്തിലിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം എത്രമാത്രം ആ കർത്താവിനോട് അടുത്ത് നിൽക്കാൻ കഴിയുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ചക്കാലം കഴിഞ്ഞ മുമ്പുള്ള സമയങ്ങളിൽ ഈ വചനം കേട്ടിട്ടും വചനം പലപ്പോഴും നമ്മോട് സംസാരിച്ചിട്ടും വചനം നമ്മുടെ ഹൃദയത്തോട് പലപ്പോഴും ഇടപെട്ടിട്ടും ഈ വചനം ഒന്നും കർത്താവ് എൻ്റെ ഹൃദയത്തിനകത്ത് നമ്മളത് സ്വീകരിക്കാതെ വണ്ണം അതിനെ തള്ളിക്കളയാൻ പറ്റും. നമുക്കതിനെ എന്തു പറയാം, ഇത് എത്രയോ നാളുകൊണ്ട് കേൾക്കുന്നതാണ്, ഇതൊക്കെ ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കും, നമ്മുടെ വഴിക്ക് നമ്മൾ പൊയ്ക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കഴിഞ്ഞ എൻ്റെ 2 ആഴ്ച മുമ്പ് ഞാൻ ഒരു 3 ദിവസം, ഒരു ദിവസം ഹാഫ് ഡേയും ഒരു ദിവസം 2 ദിവസവും ഫുൾ ലീവ് കൊടുത്തു. അപ്പം ഞാൻ ചിന്തിക്കുകയായിരുന്നു, ആ ലീവ് എടുത്തത് തീർച്ചയായിട്ടും എനിക്ക് തീരെ സുഖമില്ലാതെ ഇരിക്കുന്ന സമയം കൊണ്ട് ഞാൻ ലീവ് എടുക്കുകയും ലീവൊക്കെ എടുത്തു. അപ്പം ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഈ ലീവ് എടുത്തു,
അതിനെ ഞാൻ ഇങ്ങനെ കണ്ടത്, ഇനി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരുവാനും പ്രാർത്ഥനയ്ക്ക് വരുവാനും അല്ലെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് കുറച്ച് നേരം പ്രാർത്ഥിക്കാനൊക്കെ സമയം കണ്ടെത്തുവാൻ വേണ്ടി ഈ ഒരു ഇൻട്രസ്റ്റോടുകൂടി നമുക്ക് സമയം കണ്ടെത്തുവാൻ കഴിയുന്നുണ്ടോ? നമുക്ക് പലപ്പോഴും നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് ലീവ് എടുക്കാനും നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് വേണ്ടെന്ന് വെക്കാനൊക്കെ നമുക്ക് വളരെ ഈസിയാണ്. പക്ഷേ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന കാര്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്തുകൊണ്ടാണ് ആ ഒരു കാര്യത്തിനകത്ത് ആ ഒരു തീക്ഷ്ണത നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തത്? അപ്പോൾ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ തീക്ഷ്ണതയാണ് നമ്മൾ അളക്കുന്നത്. കാരണം നമുക്ക് ആ സമയം കിട്ടുന്ന സമയത്ത് നമ്മൾ ആ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർന്നിരിപ്പാനും കർത്താവിൽ നിന്നുള്ള വചനം ശ്രവിപ്പാനും കൂട്ടായ്മ ആചരിപ്പാനും വചനം ശ്രവിപ്പാനുമുള്ള സമയം നമ്മൾ കണ്ടെത്തുവാനുള്ള, ഇപ്പോൾ നമ്മുടെ ശരീരത്തിന് വയ്യാത്തത് കൊണ്ടാണ് ചിലപ്പം ഞാൻ ലീവ് എടുത്ത് ഇരിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെ എനിക്കിപ്പോൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ ഒരു അവസരം ലഭിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു സമയം ചിലപ്പം നമുക്കൊരു അഡീഷണൽ ടൈം കിട്ടുമായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള പ്രോഫിറ്റ് ഉണ്ടായിരിക്കാം. പക്ഷേ ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ആ കർത്താവിനോടുള്ള സ്നേഹം നമുക്ക് അധികമാണെങ്കിൽ, ഞാൻ ചിന്തിക്കുന്ന പലപ്പോഴും ആ കിട്ടുന്ന ടൈം എൻ്റെ കർത്താവിനോടുകൂടി ആയിരിക്കാനും ആ കേൾക്കുന്ന വചനം അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ആ സമാധാനവും അതുപോലെ തന്നെ കർത്താവ് സംസാരിക്കുന്ന വചനം കേൾക്കാനുള്ള ഒരാഗ്രഹം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വർദ്ധിച്ചു വരണം. അത് വർദ്ധിച്ചു വരണമെങ്കിൽ കർത്താവ് നമ്മളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അധികമായിരിക്കണം. ആ ബന്ധം കുറവാണെങ്കിൽ നമുക്കെന്താണ് പലപ്പോഴും അതിന് കഴിയത്തില്ല. കാരണം നമ്മളത് സെക്കൻഡറി ആയിട്ടേ വെക്കത്തുള്ളൂ. ഫസ്റ്റ് പ്രയോറിറ്റി നമ്മുടെ ജോബും മറ്റുള്ള കാര്യങ്ങൾ. ശരിയാണ്, നമ്മളിവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരും നമ്മൾ ജോലിക്ക് വേണ്ടിയാണ്, തീർച്ചയായിട്ടും അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ വന്നിരിക്കുന്നതും. കമ്പനികൾ നമ്മളെ കൊണ്ടുവന്നിരിക്കുന്ന അവരുടെ ജോലികൾ നടക്കണം, അവരുടെ കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടി തന്നെയാണ്. പക്ഷേ അങ്ങനെയായിരിക്കുമ്പോഴും നമുക്ക് നമ്മുടെ ഹൃദയത്തിനകത്ത് ഈ നാടുകളിൽ, അതായത് ലൂക്കോസിൽ പറഞ്ഞ പോലെ തന്നെ 22 പറഞ്ഞ പോലെ, ആകയാൽ ഈ സംഭവിക്കാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നിൽക്കുവാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. അപ്പോൾ നമുക്ക് ജീവിതത്തിനകത്ത് തീർച്ചയായിട്ടും ഒരു ഉണർവിൻ്റെ ആവശ്യമുണ്ട്. നമ്മൾ ഈ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും കുറച്ചുകൂടെ മുമ്പോട്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേട്ടു ദൈവത്തിൻ്റെ സഭയുടെ വളർച്ചയെക്കുറിച്ചും എത്രമാത്രം വളരുക എന്ന് പറയുമ്പം സുൽബർ പ്രത്യേകം എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ ഇരിക്കുന്ന സീറ്റുകൾ ഫില്ലാകുക എന്നുള്ളതല്ല, നമ്മുടെ ലൈഫിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് തന്നെ നമ്മുടെ ഒരു പ്രവൃത്തിയിൽ നമ്മുടെ സംസാരത്തിൽ കർത്താവ് വളരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പല കാര്യങ്ങളും കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് പറയുവാനും കർത്താവ് സംസാരിക്കുന്ന കാര്യങ്ങളെ നമുക്ക് സഭയുടെ മുമ്പാകെ പറയുവാൻ തീർച്ചയായിട്ടും കർത്താവ് നമ്മളെ ഇടയാക്കും. അതുപോലെ തന്നെ ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. വെളിപ്പാടിൻ്റെ പുസ്തകം നമ്മൾ കഴിഞ്ഞ ചൊവ്വാഴ്ചയും ഇന്നലെയും സഹോദരൻ അത് എടുത്തു പറഞ്ഞ ഒരു വാക്യം തന്നെയായിരുന്നു. അത് എന്നെ എപ്പോഴും ടച്ച് ചെയ്യാറുള്ള ഒരു വാക്യം തന്നെയാണ്. നമ്മൾ വായിച്ചു വെളിപ്പാട് 3-ൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങോട്ട് എഴുതിയിരിക്കുന്നത്. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണർന്നിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും, ഏത് നാഴികയ്ക്കും നിൻ്റെ മേൽ വരുമെന്ന് നീ അറിയുകയുമില്ല. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറേ പേർ സർദോസിൽ നിനക്കുണ്ട്. അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചുകൊണ്ട് എൻ്റെ കൂടെ നടക്കും. ജയിക്കുന്നവന് വെള്ളയുടുപ്പ് ധരിക്കും. അവൻ്റെ പേര് ഞാൻ ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലും അവൻ്റെ ദൂതന്മാരുടെ മുമ്പിലും അവൻ്റെ പേര് ഏറ്റുപറയും. തീർച്ചയായിട്ടും നമ്മളത് വളരെ ഗൗരവത്തോട് തന്നെ എടുക്കേണ്ടത്. ഞാനെപ്പോഴും എന്നെ ഇടയ്ക്കിടയ്ക്ക് ചിന്തിപ്പിക്കുന്ന ഒരു വാക്യം തന്നെയാണിത്. കാരണം എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറേ പേര് ഉള്ള ഒരു കാര്യം, അതുപോലെ തന്നെ അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചും കൊണ്ട് എന്നോട് കൂടെ നടക്കും. അതിൻ്റെ താഴെ എഴുതിയിരിക്കുന്നു, അവൻ്റെ ജീവൻ്റെ പുസ്തകത്തിൽ നിന്നും മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലും അവൻ്റെ ദൂതന്മാരുടെ മുമ്പിലും അവൻ്റെ പേര് ഏറ്റുപറയും. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആ ഒരു ഉടുപ്പ്, ദൈവം നമ്മളെ ധരിപ്പിച്ചിരിക്കുന്ന ആ വസ്ത്രം, കർത്താവ് ഒരിക്കലും നമുക്ക് യോഗ്യമായിരുന്നില്ല നമുക്കിതൊന്നും. കർത്താവാണ് നമുക്കിത് യോഗ്യമായിട്ട് തന്നിരിക്കുന്നത് ഈ ഉടുപ്പ്. അല്ലെങ്കിൽ കർത്താവ് ആ ഉടുപ്പ് നമ്മളെ ധരിപ്പിച്ചിരിക്കുന്നെങ്കിൽ അതിനെ മലിനമാകാതെ അതിനെ സൂക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. തീർച്ചയായിട്ടും അത് സൂക്ഷിക്കണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം, നമ്മൾ തന്നെയാണ് ആ കാര്യത്തിനകത്ത് എടുക്കേണ്ട തീരുമാനങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ മുമ്പോട്ട് വെക്കുന്ന സ്റ്റെപ്പിനനുസരിച്ച് മാത്രമേ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിനകത്ത് നടക്കത്തുള്ളൂ. എന്നെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ താഴ്ത്തുകയാണ്. കാരണം വരും ദിവസങ്ങളിലും കർത്താവിൻ്റെ ഹിതത്തിനനുസരിച്ച് നിൽപ്പാനും കർത്താവിൽ പൂർണ്ണമായിട്ടും കർത്താവിൽ കീഴടങ്ങിക്കൊണ്ട് തന്നെ ആ
ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, കർത്താവെ, എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവ് എന്നോട് ഇടപെടണം, എന്നോടും സംസാരിക്കണം, എനിക്ക് നിൻ്റെ ശബ്ദം കേൾക്കണം. നിൻ്റെ ശബ്ദം കേൾക്കാതെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല എന്നുള്ളൊരു കാര്യം ഈ ദിവസങ്ങളിൽ ഞാനത് അനുഭവിച്ചറിയുന്നു. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് അവൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായിട്ട് മുന്നോട്ട് പോകാൻ കാരണം കർത്താവിൻ്റെ സന്നിധിയിൽ എന്നെ തന്നെ സമർപ്പിക്കുന്നു. തന്ന ഈ സമയത്തിനായിട്ടെല്ലാം ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. പൂർണ്ണമായിട്ടും ഞാൻ ഇന്ന് ആഗ്രഹിച്ചത് ഇതിലൂടെയും എൻ്റെ മനസാന്തരത്തിന് വേണ്ടിയാണ് ഞാൻ ആഗ്രഹിച്ചത്. കാരണം ഓരോ വചനം കേൾക്കുമ്പോഴും പറയുമ്പോഴും എൻ്റെ ജീവിതത്തിനകത്തും പൂർണ്ണ മാനസാന്തരം ഉണ്ടാകാനും ആ കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവാനൊക്കെ തരുന്ന എല്ലാവിധ അവസരത്തിനായിട്ട് ഞാൻ നന്ദി പറയുന്നു. ആമേൻ.